ഗൈസ്, ജിമ്മിന് പോണ 65% ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഒരൊറ്റ മിസ്റ്റേക്ക് കാരണമാണ് നിങ്ങളെ മസിൽ ബിൽഡിംഗ് നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാത്തത്. സോ ആ മിസ്റ്റേക്ക് എന്താണെന്നും അതെങ്ങനെ ക്ലിയർ ആക്കാൻ പറ്റുമെന്നും ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഇതുപോലുള്ള ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റിന് ഇനിയിപ്പോ തന്നെ ഫോളോ ചെയ്ത് വെച്ചു. മെയിൻ ആയിട്ട് വർക്കൗട്ടിൽ രണ്ട് കോൺട്രാക്ഷനാണ് വരുന്നത്, കോൺസെൻട്രിക് കോൺട്രാക്ഷനും എക്സെൻട്രിക് കോൺട്രാക്ഷനും. അതായത് നമ്മൾ വെയിറ്റ് പുള്ളി ചെയ്യണത് കോൺസെൻട്രിക്കും വെയിറ്റ് റിലീസ് ചെയ്യുന്നത് എക്സെൻട്രിക്കും. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ വെയിറ്റ് പുള്ളി ചെയ്യണാലാണ് മസിൽ ബിൽഡ് ആവണമെന്നാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസെൻട്രിക്കിനെക്കാട്ടും ഏറ്റവും കൂടുതൽ മസിൽ ബിൽഡിംഗ് നടക്കുന്നത് എക്സെൻട്രിക്കിന്റെ ടൈമിലാണ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹെവി വെയിറ്റ് പുള്ളി ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂടും. പക്ഷെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളത് എക്സെൻട്രിക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ മസിൽ ഫൈബറിന്റെ ആക്ടിവേഷൻ നടക്കുന്നത്. സോ നിങ്ങളുടെ മസിൽസിന്റെ സൈസ് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എത്ര ടൈം എടുത്തിട്ടാണോ കോൺസെൻട്രിക് ചെയ്യുന്നത് അതിന്റെ ഇരട്ടി സമയം എടുത്തിട്ട് എക്സെൻട്രിക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ ബൈസെപ്സുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 2 സെക്കൻഡിലാണ് വെയിറ്റ് പുള്ളി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറക്കുമ്പോൾ ഒരു 4 സെക്കൻഡിൽ പിടിച്ചിറക്കുക. ഒരു 15 റപ്പ് ഇങ്ങനെ ചെയ്യുന്നതും 8 റപ്പ് ഇങ്ങനെ ചെയ്യുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മുതൽ നിങ്ങളെ മസിൽ ബിൽഡിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കാൻ തുടങ്ങും. അപ്പൊ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് കാലം കുറയായിട്ട് ഇപ്പോഴും മസിലൊന്നും വരാത്ത നിങ്ങൾ ആ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തിട്ട് അവനോട് ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.